കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോറി ബോർഡ് രൂപപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ആ സ്റ്റോറി ബോർഡ് അടിസ്ഥാനമാക്കി നമുക്ക് ജിംബ്, കാർട്ടൂൺ എന്നീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അനിമേഷൻ നടത്താം. പക്ഷേ ഇങ്ങനെ അനിമേഷൻ നടത്തുന്നതിന് മുൻപേ നമ്മൾ കാർട്ടൂണിലേക്കും ജിംബിലേക്കും പോകുന്നതിന് മുന്നേ അതിൽ ഹിഡൻ ഫയൽസ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ സാധ്യതയുള്ള ചില ഹിഡൻ ഫയൽസ് ഉണ്ട്. ആ ഹിഡൻ ഫയൽസ് തേടിപ്പിടിച്ച് ഡിലീറ്റ് ചെയ്തേക്കാം. അതെങ്ങനെ നോക്കാം. ഈ ഹിഡൻ ഫയൽസ് ഹോമിലാണ് ഉണ്ടാവുക. ഹോമിൽ വ്യൂ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ വ്യൂ, അപ്പോൾ ഇവിടെ കാണാം ഷോ ഹിഡൻ ഫയൽസ്. ഹിഡൻ ഫയൽസ് നോക്കാം. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെയുണ്ടോന്ന്. ജിംബ് ഉണ്ട്. ഒരു പക്ഷേ ഇയാൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു, അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ കാർട്ടൂൺ ഒരു ഫയലുണ്ട് അവിടെ. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇത് നിർബന്ധമൊന്നുമില്ല. ഒരു പക്ഷേ ഇവ നമ്മെ ഡിസ്റ്റർബ് ചെയ്തേക്കാം. അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ജിംബിലേക്ക് പോകാം. അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ജിംബ് ഇമേജ് എഡിറ്റർ എന്ന് കാണാം. അതിലേക്ക് പോവാം. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. നമുക്ക് പുതിയൊരു ഫയൽ വേണം. ന്യൂ. ഇവിടെ ഈ സൈസ്, വിഡ്ത്ത്, ഹൈറ്റ് ഇവ 640, 400 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പശ്ചാത്തല ചിത്രത്തിൻ്റെ അളവ് 520, 380 എന്നായിരിക്കണം. അപ്പോൾ ഇവിടെ 640 പകരം ഇവ മാറ്റിയിട്ട് 520 എന്ന് കൊടുക്കുക. 520. ഓക്കെ. ഹൈറ്റ് ഇവിടെ 400 നമുക്ക് 380 വേണ്ടു. അപ്പോൾ 380 എന്ന് കൊടുക്കുക. ഇനി ഓക്കെ അടിക്കുക. ആവശ്യമായ അളവിലുള്ള പശ്ചാത്തല ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കാൻ നിങ്ങളത് സമയമെടുത്ത് ചെയ്തോളൂ. പിന്നീട് ഇപ്പോൾ തൽക്കാലം ഒരു പശ്ചാത്തല ചിത്രം വരച്ചാൽ മതി. രണ്ടും കുറച്ച് മരങ്ങളും നല്ല ആകാശവും നല്ല ഭൂമിയും കൊടുത്ത് നമുക്ക് ചിത്രം വരയ്ക്കാം. അതിന് അപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ജിംബ് ഇമേജ് എഡിറ്റർ. ജിംബ് വന്നു. ജിംബിൽ പുതിയ ഫയൽ എടുക്കുകയാണ്. ഫയൽ, ന്യൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമേജിൻ്റെ സൈസ് നമ്മൾ നേരത്തെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കാർട്ടൂണിലെ സ്റ്റേജിൻ്റെ സൈസ് ആയിരിക്കണം ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഇമേജിൻ്റെ സൈസ്. കാർട്ടൂണിലെ സ്റ്റേജ് 520, 380. അപ്പോൾ ഇവിടെ 520, 380 കൊടുക്കുക. ഓക്കെ. ഇത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ജിംബിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കാർട്ടൂണിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാതെ പുതിയൊരു ലെയർ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുതിയൊരു ലെയർ എടുക്കുന്നു, അതിന് പേര് കൊടുക്കുന്നു BG. എന്നിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യാം, പുതിയ ലെയറിൽ. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് നമ്മളതിനെ കൊണ്ടുപോവാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കാതെ പുതിയൊന്നിൽ വരയ്ക്കുന്നത്. നമ്മളെ ചില തൈകൾ പറിച്ചു നടാതെ നമ്മൾ ചെറിയ പാക്കറ്റുകളിൽ വിത്ത് മുളപ്പിച്ചിട്ട് മറ്റു സ്ഥലങ്ങളിൽ
നമ്മളെ കാണാറില്ലേ ഈ നഴ്സറികളിൽ പാക്കറ്റുകളിൽ അവർ പൊടിപ്പിച്ച് വെക്കും. നമ്മളത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തും. അപ്പോൾ നമുക്കിത് ബാക്ക്ഗ്രൗണ്ടിൽ ഒഴിവാക്കിയിട്ട് വേറൊരു ലെയറിൽ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ പറിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വേറൊരു ലെയറിൽ വരച്ചിട്ട് അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നോക്കാം. ഇവിടെ ഫയലിൽ നമ്മളിതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നല്ലൊരു കളർ എടുക്കുക. ആകാശത്തിന് പറ്റിയ നല്ല നിറം, ഒരു നീല നിറം എടുത്തു. ഇപ്പോൾ നീല നിറം എടുത്ത് ബ്രഷിന് വലിപ്പം കൂട്ടാം അല്പം. അതിവിടെ സ്കെയിൽ കൂട്ടി കൊടുത്താൽ മതി. അപ്പം നല്ല വലിപ്പം കിട്ടും. അധികം വലിപ്പം വേണ്ട. ഓക്കെ, വലിപ്പം വ്യത്യാസം വരുത്തിയിട്ട് കൊടുക്കാം. ബ്ലാക്ക് അല്ല നമുക്ക് വേണ്ടത് ബ്ലൂ ആണ്. നല്ല ബ്ലൂ കൊടുക്കുക. ബ്ലൂ എടുത്തു. ഓക്കെ ആയി. എന്താപ്പാ ഓക്കെ, ആകാശം വരച്ചു. ഇനി ചെറിയൊരു ഭൂമി വരയ്ക്കുക നല്ല കളറിൽ. ഭൂമിയും വരച്ചു വെച്ചു. ഇനി ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കാം നമ്മുടെ ആകാശത്തിന്. ചെറിയ വ്യത്യാസങ്ങൾ. അതിൻ്റെ സ്കെയിൽ മാറ്റാം, അല്പം മാറ്റി വെക്കുക. ഓക്കെ, അല്പം വെള്ളയും കൊടുക്കാം. ഇങ്ങനെയെല്ലാം വരച്ചു. സ്മഡ്ജ് ടൂൾ, അത് നല്ലൊരു ടൂളാണ്. അത് വെച്ചിട്ട് നമുക്ക് ആകാശത്തിന് നല്ല നിറം കൊടുക്കാം. ഇത് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കളർ എടുക്കാം. കളറെടുത്ത് അല്പം കൂടി വലുതാക്കാം ബ്രഷ്. ഓക്കെ, ഇത്രയൊക്കെ മതിയാവും. വേണമെങ്കിൽ വെള്ളയും അല്പം കൂടി കട്ടിക്കൂട്ടി എവിടെയും കൊടുക്കാം. അതിനുശേഷം എല്ലാം ഒന്ന് മിനുക്കിയെടുക്കുക. മിനുക്കിയെടുക്കാൻ ഈ ടൂളാണ്, നിങ്ങൾക്കറിയാലോ. ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് മിനുക്കുന്നത്. അങ്ങനെ മിനുക്കുമ്പോൾ ഒരു ആകാശത്തിൻ്റെ ഭാവം ഇതിൽ കൊണ്ടുവരാൻ പറ്റും മിനുക്കി എടുത്താൽ. ആകാശം ചുമ്മാ നോക്കിയിരിക്കുക എന്ത് രസമാണ്. ചുമ്മാ നോക്കിയിരിക്കുക, അതിൽ കളർ മാറുന്നതും. ഒരു ദിവസമുള്ള കളറായിരിക്കില്ല അടുത്ത ദിവസം ഉണ്ടാവുക. അപ്പോൾ ഈ ജിംബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് ആകാശങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ സേവ് ചെയ്യാം. ആകാശം നോക്കി ചുമ്മാ ഇരിക്കുക, വ്യത്യാസം മനസ്സിലാവും. ആകാശത്തിൻ്റെ നിറങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ മനസ്സിൽ പതിക്കും. അത് നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ജിംബിൽ എത്ര എളുപ്പത്തിൽ വരയ്ക്കാം. അതിനുശേഷം അതുപോലെ തന്നെ ഗ്രൗണ്ടും നമുക്ക് കുറച്ച് കളറുകൾ എടുത്തിട്ട് കൊടുക്കാം. ഗ്രൗണ്ടിന് പറ്റിയ കുറച്ച് ഷെയ്ഡുകൾ കളർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആകാശമാണെങ്കിൽ ആകാശം നീല നിറം കൊടുത്താൽ
അതേ ഗ്രൂപ്പിൽപ്പെട്ട അതേ കുടുംബത്തിൽപ്പെട്ട കുറച്ച് നിറങ്ങളാണ് അതിലേറ്റവും ബെറ്റർ. അതുപോലെ ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ നിറമായിട്ട് ബന്ധപ്പെട്ട നിറങ്ങൾ, അതിൻ്റെ സഹോദരങ്ങളായ നിറങ്ങൾ, അത് കൊടുക്കുന്നതായിരിക്കും ഭംഗി. അത് അല്പം കൊടുത്തു നോക്കുക, വ്യത്യാസം വരുത്തിയിട്ട് കൊടുത്തു നോക്കുക. കുറച്ചുകൂടി ചാരനിറോ കറുപ്പ് നിറമോ കൊടുക്കാം. കറുപ്പ് നിറം കൂടിയ കളർ. ഓക്കെ, ഇത്രയൊക്കെ മതി. അതും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് മിനുക്കിയെടുക്കുക. മിനുക്കിയെടുക്കുമ്പോൾ ആകെ ഒരു വൃത്തി വരും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഗ്രൗണ്ടിൽ ഈ ഒരു സ്വഭാവം വരണമെന്നില്ല. ആകാശത്തിൻ്റെ സ്വഭാവം ഗ്രൗണ്ടിന് വേണമെന്നില്ല. ഗ്രൗണ്ടിൻ്റെ സ്വഭാവം വേറെ, ആകാശത്തിൻ്റെ സ്വഭാവം വേറെ. കാരണം ആകാശം തന്നെ അത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഭൂമിക്ക് ആ പ്രത്യേകതയില്ല. ഭൂമിയുടെ നിറം മാറ്റാൻ പറ്റില്ല. പക്ഷെ ആകാശം ഇപ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ആകാശത്തെ വരയ്ക്കുന്നതും ഭൂമിയെ വരയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. നിങ്ങളിത് ചെയ്യുമ്പോൾ ഭൂമിക്ക് ചെറിയ വ്യത്യാസം കൊടുത്തോളൂ. ആകാശം കൊടുത്ത് അതേ രൂപത്തിൽ തന്നെ അതേ ഭാവത്തിൽ ഭൂമിയെ കൈകാര്യം ചെയ്യേണ്ട. നമുക്ക് അത്യാവശ്യം മരങ്ങൾ കൊടുക്കാം. ചെറിയ മരങ്ങൾ, കൊച്ചു മരങ്ങൾ വരയ്ക്കാം. ഇവിടെയൊക്കെ മരങ്ങൾ ഒന്നിച്ചിരിക്കുകയാണേ. സെപ്പറേറ്റ് ആയിട്ട് മരങ്ങളൊന്നും വരയ്ക്കും. നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങൾ അല്പം സമയം എടുത്തിട്ട് നന്നായി വരച്ചോളൂ. ഞാൻ സമയം എടുത്ത് വരച്ച് വെച്ചതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഉപയോഗിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുന്ന രീതി കുറച്ച് പേർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇതിന് കുറച്ച് ഷെയ്ഡ് കൊടുക്കുക. ഈ പച്ചയുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ കൊണ്ടുവരിക. ഇളം പച്ചയൊക്കെ കൊണ്ടുവരിക. ഇളം പച്ച കൊണ്ടുവന്നിട്ട് കുറച്ച് കൊടുക്കുക. ഇളം പച്ച ഇവിടെ ചേർത്ത് കൊടുത്തു. കുറച്ച് കടുംപച്ചയും കൊടുക്കാം. നമുക്ക് തോന്നുന്നത് കുറച്ച് കടുംപച്ച വേണമെന്ന്. അപ്പോൾ അവിടെ കറുമ്പച്ച കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ചെറിയ വികൃതികൾ കാട്ടുക, റെഡിയാക്കി എടുക്കുക. ഇതൊക്കെ സമയമെടുത്ത് ചെയ്താൽ നന്നായി ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര സമയമെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഹോംവർക്ക് ചെയ്യുമ്പോൾ സമയമെടുത്ത് ചെയ്യുക. കാരണം ക്ലാസ്സിൽ ഇതല്ല നമ്മൾ പഠിക്കുന്നത്. ഈ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിൽ ചിത്രരചനയല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് ഏതാണ്ടൊരു മരം പോലെയും ഭൂമി പോലെയും ആകാശം പോലെയൊക്കെ ആക്കിയെടുക്കുക. ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ഈ ലെയർസിൻ്റെ ടേബിളിൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. BG പേര് കൊടുത്തിട്ടുണ്ട്. താഴെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ താഴെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട്, താഴെ ഈ BG നമ്മൾ പേര് കൊടുത്താണ്. താഴെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇവിടെ വന്നാൽ ഡിലീറ്റ് ദിസ് ലെയർ. ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ആസ് BG എന്ന് പേര് സേവ് ചെയ്തിട്ടുണ്ട്. BG. പിന്നെ PNG എന്നൊരു ഫയലിലാണ് നമ്മൾ ചെയ്യുന്നത്. PNG അവിടെ നോക്കിയാൽ അറിയാം. താഴോട്ട് PNG ഇമേജ്. PNG ഇതാണ് നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫയലിൽ PNG ഫയലിൽ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ .png എന്ന് വരും. അപ്പോൾ അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഫയൽ ടൈപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ സെലക്ട് ഫയൽ ടൈപ്സിൽ താഴെ PNG ഫയൽ കാണാം. ഒരുപാട് ഫയലുകളുണ്ട്. നമുക്ക് വേണ്ടത് PNG ഫയലാണ്. അപ്പോൾ
അപ്പോൾ PNG ഫയൽ സെലക്ട് ചെയ്താൽ ഇവിടെ .png എന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്ത് .png വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ പേരെഴുതിയിട്ട് .png കൊടുത്താൽ മതി. അപ്പോൾ അത് വന്നോളും. സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. ഫയൽ, സേവ് ആസ്, BG എന്ന് കൊടുക്കുക, .png, BG .png, PNG, എന്നിട്ട് സേവ്. അതെവിടെ വന്നു? നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലാണ് വരച്ച് വെക്കുന്നത്. ഒന്നുകൂടി പറയാം. ഫയൽ, സേവ് ആസ്, BNG. ഇത് ബാക്ക്ഗ്രൗണ്ട് ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് എടുക്കുക, സേവ് കൊടുക്കുക. അത് വന്നിട്ടുണ്ടാവും. നമുക്ക് പുതിയൊരു ഫയൽ വരയ്ക്കാം. BG PNG വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടിയുടെ തല വരയ്ക്കണം. അപ്പോൾ അത് നമ്മളത് മുന്നേ എഴുതി വച്ചിട്ടുണ്ട്. 200 200 എന്ന അളവിലാണ് ജിമ്പിൽ നമ്മൾ തല വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഫയൽ, ന്യൂ, പ്രൊജക്റ്റിൽ 200 എടുക്കുക. ഓക്കെ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കേണ്ടേ നമ്മൾ മറ്റൊരു ലെയർ എടുക്കുന്നു, അതിന് പേര് കൊടുക്കുന്നു, ഹെഡ് 200. ഓക്കെ. പുതിയ ലെയറിലാണ് നമ്മൾ വരയ്ക്കുന്നത്. പുതിയ ലെയറിൽ നല്ല ബ്രഷ് എടുത്തു, ബ്രഷിൻ്റെ വലിപ്പം ശരിയാക്കി വെച്ചു. ഇനി വരയ്ക്കുകയാണ്. സൗകര്യം പോലെ വരയ്ക്കാം. കുട്ടിയെ വരച്ചു. ചെറിയ പ്രശ്നം നമുക്ക് തോന്നുകയാണെങ്കിൽ എറേസർ ഉപയോഗിച്ചിട്ടേ അത് പരിഹരിക്കാം. ഓക്കെ. ഇനി ഇതിൽ ഈ ഭാഗത്ത് പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കാം, ബ്രഷ് കൊണ്ട് തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കൊടുത്താലും മതി. ബ്ലാക്ക് കൊടുത്തു. പക്ഷെ എന്തോ ഒരു വൃത്തി തോന്നുന്നില്ല. നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാം. അവിടെ ബ്രഷ് കൊണ്ട് പൂർത്തിയാക്കാം. ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് ബക്കറ്റ് ഉപയോഗിച്ച് കളർ കൊടുത്താലും മതി. ചെയ്തു. നമുക്ക് മുഖത്തിന് കളർ കൊടുക്കണം. അപ്പം മുഖത്തിന് പറ്റിയ നിറം സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അത് ബക്കറ്റ് ഉപയോഗിച്ച് കൊടുക്കുക. ബക്കറ്റ് ഉപയോഗിച്ച് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ടിൽ അല്ല നമ്മൾ വരച്ചത്, പുതിയൊരു ലെയർ എടുത്തിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്തു. നമുക്ക് സേവ് ചെയ്യാം. ഫയൽ, സേവ് ആസ്. ഇവിടെ ഹെഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഹെഡ് കൊടുത്തു. .png കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് കുട്ടിയുടെ ബോഡി വരയ്ക്കണം. അത് വീണ്ടും ഇങ്ങനെ ഓരോ തവണ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഫയൽ, ന്യൂ പ്രൊജക്റ്റാണ്. അപ്പം ബോഡിക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കണക്കുണ്ട്. 200 ഗുണിക്കണം 300 എന്നാണ്. അപ്പോൾ 200 എടുക്കുക. ആദ്യം വിഡ്ത്ത് 200 ആണ്. 200 കൊടുത്തു. ഹൈറ്റ് 300 ആണ്. 300 കൊടുത്തു. ഓക്കെ. ഈ വലിപ്പത്തിലാണ് നമ്മൾ ബോഡി വരയ്ക്കേണ്ടത്. റിമോട്ട് കയ്യിൽ വെച്ച കുട്ടിയുടെ ബോഡി.
പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കാൻ പാടില്ല, അടുത്ത ലെയർ തിരഞ്ഞെടുത്ത് വരയ്ക്കണം. അടുത്ത ലെയർ തിരഞ്ഞെടുക്കുക, ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ലെയർ. അപ്പോൾ അതിന് പേര് കൊടുക്കുക ബോഡി. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ ലെയറിലാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രഷിൻ്റെ വലിപ്പം ക്രമീകരിക്കുക. ബ്രഷിൻ്റെ വലിപ്പം ക്രമീകരിച്ച ശേഷം നമുക്ക് വരയ്ക്കാം. ഇത് വലിപ്പം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്, അപ്പം കുറയ്ക്കാം. വലിപ്പം ഇനിയും കുറയ്ക്കാം. വലിപ്പം കുറച്ചിട്ട് കുട്ടി റിമോട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ അല്പം തിക്നെസ് കുറച്ചാൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. അതുകൊണ്ട് തിക്നെസ് കുറയ്ക്കാം, നമുക്ക് അല്പം കൂടി കുറയ്ക്കാം. അല്പം കൂടി കുറച്ചിട്ട് റിമോട്ടാണ്. കുട്ടിയുടെ കാല് വരയ്ക്കുന്നു. കാലല്പം ലെവൽ ചെയ്യണം. ഓക്കെ, ശരി. അതിനുശേഷം വേണ്ട എന്ന് തോന്നുന്ന ഭാഗങ്ങൾ അല്പമായിട്ട് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് കളർ കൊടുക്കാം, പറ്റിയ കളർ കൊടുക്കാം, പൂർത്തിയാക്കാം. ബോഡിയുടെ കളറാണ് കൈക്ക് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തൊരു കളറുണ്ട്, ഇവിടെ സെലക്ട് ചെയ്യുന്നു, ബക്കറ്റ് ഉപയോഗിച്ച് ഇവിടെ അത് ഫില്ല് ചെയ്യുന്നു. ഇനി സൂക്ഷ്മമായി ചെയ്തില്ലെങ്കിൽ ഒന്നിച്ച് പോകും. ഇനി നല്ല അടിപൊളി കളർ കൊടുക്കാം കേട്ടോ. നിങ്ങൾ സൗകര്യം പോലെ ഷർട്ടിന് കളർ കൊടുത്തു, പാൻസിൻ്റെ കളർ കൊടുത്തു. നമുക്ക് ഇതൊന്നും നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഷെയ്ഡ് റെഡിയാക്കി എടുക്കാം, നിങ്ങളുടെ താല്പര്യം പോലെ. ചെറുതായി ടച്ച് ചെയ്താലും ഭംഗിയുണ്ടാവും. അത്രേ വേണ്ടൂ, കൂടുതലാവണ്ട. ഓക്കെ, മതി. അങ്ങനെ കൊടുത്തു നമ്മൾ. ബാക്ക്ഗ്രൗണ്ടായി. ഇനി ബോഡിയായി. ഇനി ബാക്ക്ഗ്രൗണ്ട് അത് ഡിലീറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്തു. ഇനി വരച്ച ഈ കാര്യം നമുക്ക് സേവ് ചെയ്യാം. ഫയൽ, സേവ് ആസ്, ബോഡി എന്ന് കൊടുക്കുക. പിന്നെ .png എന്ന് കൊടുത്താൽ മതി. .png നമുക്ക് സേവ്. ഡെസ്ക്ടോപ്പിലാണ് വേണ്ടത്. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പിൽ വരും. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത്
ഒരു വിമാനം, കൊച്ചു വിമാനം, ഒരു കളി വിമാനം വേണം. കളി വിമാനം നമ്മൾ വരയ്ക്കുന്നു. ജിംബ്, ഫയൽ, ന്യൂ. ആ കളി വിമാനത്തിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട്, 200 200 തന്നെയാണ്. വേണമെങ്കിൽ അല്പം വ്യത്യാസം വരുത്താം. നമ്മൾ മുൻകൂട്ടി സെലക്ട് ചെയ്തത് 200 200 കളി വിമാനമാകുമ്പോൾ അത്യാവശ്യം വ്യത്യാസം വരുത്തുമെന്ന് പറയുമ്പോൾ 150 200 ആവാം. വിഡ്ത്ത് 200 ഹൈറ്റ് 150 ആയാലും മതി. വിഡ്ത്ത് 200, ഹൈറ്റ് 150. അങ്ങനെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വന്നു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി ചെയ്യാം. അപ്പം പുതിയൊരു ലെയർ എടുക്കുന്നു, അതിന് പേര് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. നമുക്ക് വരയ്ക്കാം. തിക്നെസ് അല്പം കുറയ്ക്കുന്നു, എന്നിട്ട് വരയ്ക്കുകയാണ്. ചെറിയ വ്യത്യാസം വരുത്തുക, വരയ്ക്കുക. ഓക്കെ, നമ്മൾ വിമാനം വരച്ചു. ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റമല്ല, ചെറുതായിട്ടുള്ള മിനുക്ക് പണികൾ. ചെറിയ മിനുക്ക് പണി കൊടുക്കുക, ചെയ്യാം. കളറ് ചെയ്യുന്നു, പറ്റിയ കളർ എടുക്കുക. പറ്റിയ കളർ നീലാകാശത്ത് ശ്രദ്ധിക്കപ്പെടുന്ന കളർ കൊടുക്കുക. കളർ കൊടുത്തു, ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് ചെയ്തു. ഇത് ഒഴിവാക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുന്നു. നമുക്ക് സേവ് ചെയ്യാം. ഈ പ്ലെയിൻ നമ്മൾ സേവ് ചെയ്യാണ്. ഫയൽ, സേവ് ആസ്. .png കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിലാണ് ചെയ്യുന്നത്. PNG കൊടുത്തു. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വരച്ചു കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ടുണ്ട്, കുട്ടിയുടെ തല ശരിയായി, ഉടൽ ശരിയായി, എന്താ പറയുക, എയറോപ്ലെയിനിൻ്റെ ചിത്രവും ശരിയായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ രൂപപ്പെടുത്തി, ജിംബിൽ തയ്യാറാക്കി കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി, ഹെഡ്, ബോഡി, ടോയ് പ്ലെയിൻ, ഇതെല്ലാം നമ്മൾ ജിംബിൽ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടും ടോയും ഹെഡും ബോഡിയും എല്ലാം തയ്യാറാക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ തയ്യാറാക്കിയ കാര്യങ്ങൾ കാർട്ടൂണിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പറ്റിയ സിനിമ, അതായത് പറ്റിയെന്ന് പറഞ്ഞാൽ 4 സീനിലുള്ള സിനിമ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക, ഈ കാര്യങ്ങളൊക്കെ ജിംബി ചെയ്തിട്ട് ഒരുങ്ങുക. ഓക്കെ.